ഹലോ ഗൈസ്, ഞാൻ അന്ന് ഹൗസ് വാമിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ, അതായത് എൻ്റെ പാപ്പൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ പാലുകാച്ചൽ ചടങ്ങാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ വീട് മുഴുവനായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് അത്രത്തോളം ഫിനിഷിംഗ് അല്ല. കാരണം അവിടെ ആളൊഴിഞ്ഞിട്ട് നേരമില്ലായിരുന്നു ആ വീട് മൊത്തത്തിലൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. എന്നാലും വീട് മൊത്തത്തിൽ ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, കുറച്ച് ആളുകളുടെ ബഹളവും തിരക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വീട് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ പാപ്പൻ്റെ വീട്, നമ്മുടെ സ്വർഗം. തെക്കേക്കുനി എന്നാണ് വീടിൻ്റെ പേര്. ഇതാണ് കയറി വരുന്നതാണ് കൊലായി. അപ്പോൾ ഇത് അച്ഛൻ്റെ പെങ്ങളും കുട്ടികളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡിലായിട്ട് തളർന്നിരിക്കുന്നതാണ് എൻ്റെ പാപ്പൻ. ക്ഷീണിച്ചിട്ടുണ്ട്, കുറേ കാര്യത്തിൽ അങ്ങോട്ടും കൂടി ക്ഷീണിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കയറി പോകുന്നിടത്ത് തന്നെയാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ഇവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. ആർക്കൊക്കെയോ ചായ കൊടുത്തിട്ട് എടുക്കുന്ന തിരക്കിലാണ് ലീനേച്ചി. അപ്പോൾ ഇതാണ് 2 റൂമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂം, പാപ്പൻ്റെയും മേമൻ്റെയും ബെഡ്റൂമാണിത്. ഇവിടെയും കട്ടിലും അളമാരയൊക്കെ ഇട്ടിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡാണ്. പിന്നെ മേലെ ഒരു ഷെൽഫോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂമുകളുടെ 2നും നടുക്കായിട്ട് വരുന്ന ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് ഈ വോൾ. ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറമാണ് മോൻ്റെ റൂം വരുന്നത്. ഇതും നല്ല സൗകര്യത്തിൽ അളമാരയും ബെഡും ബാത്റൂമും ഷെൽഫും ഒക്കെ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കുടുംബം, ഒരു 3 ആളാണ്, പാപ്പനും മേമയും മോനും മാത്രം. അപ്പോൾ ഓർക്ക് താമസിക്കാൻ ധാരാളമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ. ഞങ്ങൾക്ക് കണ്ണാടി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ആ ഏരിയയിൽ നിന്ന് തിരിഞ്ഞ് കളിക്കാനാണ്. പിന്നെ അങ്ങോട്ട് കോണിയാണ് കേട്ടോ. ഇവിടെ വേണമെങ്കിലും നമുക്ക് ഇനി ഭാവിയിൽ റൂമുകളൊക്കെ ഉണ്ടാക്കാം. ആ കോണീൻ്റെ അവിടെ ഒരു എന്താ പറയുക, ഒരു ദിവാൻ കോട്ടൊക്കെ ഇട്ട് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കിച്ചൺ കുറച്ച് ചെറുതാണ്. ചെറുതെന്ന് വെച്ചാൽ മേമൊക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറേ പേർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി വരാനുണ്ട്, അതിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.